السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ഈദുൽ ഫിത്തർ സമാഗതമായിരിക്കുകയാണ്. ദീർഘമായ ഒരു മാസക്കാലം അള്ളാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുകയും അവന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണ മാസത്തെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ സ്വീകരിച്ച വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഈദുൽ ഫിത്തർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും വെളിച്ചം പകർന്നു നൽകുന്നത് പോലെ ജീവിതത്തിലെ ആഘോഷരംഗങ്ങളിലും ഇസ്ലാം കൃത്യമായ നിലയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രണ്ട് ആഘോഷ സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. രണ്ട് പെരുന്നാളുകളുടെയും ആഘോഷങ്ങൾ, അവയുടെ ചരിത്രങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ അവയുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ വലിയ ചരിത്രവും ത്യാഗവുമെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുക തന്നെ ചെയ്യും. ഇന്ന് അള്ളാഹുവിന്റെ ഉന്നതമായ അനുഗ്രഹത്താൽ നീണ്ട ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, തറാവീഹ് നമസ്കാരങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, മറ്റിതര പുണ്യപ്രവർത്തനങ്ങളിലൂടെയെല്ലാം സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായി വിശ്വാസികൾ പരിശുദ്ധമായ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു തൗഫീഖ് ഉണ്ടായി തീർന്നത് എന്ന് നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. റമളാനിന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അഥവാ അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ നിങ്ങൾ മുഴക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ പ്രപഞ്ചരക്ഷിതാവിനോട് നിങ്ങൾ കൃതജ്ഞതയുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഇത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. തീർച്ചയായും ആഘോഷങ്ങളെന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടും അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമായിരിക്കണം നമ്മളുടെ ആഘോഷങ്ങൾ ഉണ്ടായിത്തീരേണ്ടുന്നത്. ആഘോഷങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സുകളിലേക്ക് ഓടിവരുന്ന ചിന്തകൾ ധാരാളമുണ്ട്. നിരർത്ഥകമായ വർത്തമാനങ്ങളിലും കളിവിനോദങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുമെല്ലാം ഏർപ്പെട്ടുകൊണ്ട് എല്ലാ നിലയിലുമുള്ളതായ നിയമാതിർത്തികളെ ലംഘിച്ചുകൊണ്ടുള്ളതായ ആഘോഷങ്ങൾ, അതല്ല ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആഘോഷങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഈദുൽ ഫിത്തറിന്റെ ദിനത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇല്ല എങ്കിൽ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെന്നാണ്. അഥവാ എത്രയെത്ര വീടുകളിലാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ അകന്നു നിൽക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു നിൽക്കുന്നു, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം അകൽച്ചയിൽ നിൽക്കുന്നു. ഈ നിലയിൽ നാം പരസ്പരം ശണ്ടയിലും പിണക്കത്തിലും വഴക്കിലുമായി കഴിഞ്ഞുകൂടുകയും റമളാനിന്റെ ഈ രാവുകളിൽ നാം ആരാധനകൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. നമ്മളുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. പക്ഷെ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുകയില്ല. ഏത് സന്ദർഭത്തിലാണ്?
പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതുകൊണ്ട് ഈ ആഘോഷത്തിന്റെ ഈദിന്റെ സന്ദർഭത്തിൽ പരസ്പരമുള്ള പിണക്കങ്ങൾ ഒരു വേള ഒരു പുഞ്ചിരി കൊണ്ട് അല്ലെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും എന്ന ആ പരിശുദ്ധമായ വചനം കൊണ്ട് മാറ്റാൻ കഴിയുന്ന പല പിണക്കങ്ങളും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത മസ്ലുപിടുത്തവുമായി നാം പരസ്പരം ഷണ്ടയിലായി കഴിഞ്ഞുകൂടുന്നു എങ്കിൽ നാം മനസ്സിലാക്കുക നമ്മളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്. അവരെ സന്ദർശിക്കുവാനും അവർക്ക് ആശ്വാസങ്ങൾ നൽകുവാനും ഈ ഈദ് ദിനത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങൾ നിലനിൽക്കുന്ന പല ആളുകളും അവരെ കാണാനും സന്ദർശിക്കാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുമെല്ലാം നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും സൂക്ഷ്മതയും നിലനിർത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള ആഘോഷമാക്കി നമ്മളുടെ ആഘോഷങ്ങൾ മാറേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെടുകയും റമളാനിൽ നാം നേടിയെടുത്ത ചൈതന്യങ്ങൾ മുഴുവൻ ചോർന്ന് ഒലിച്ചുപോകുന്ന അവസ്ഥയിൽ നിരർത്ഥകമായ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, വിനോദങ്ങളിൽ, അതുപോലെ തന്നെ ലഹരിയിടങ്ങളിൽ നാം ചേക്കേറിക്കൊണ്ട് നാം വിശുദ്ധമായ ഈ രാവുകളിൽ, ഈ പരിശുദ്ധമായ റമളാനിന്റെ പകലുകളിൽ, ആ രാവുകളിൽ നാം അധ്വാനിച്ചുണ്ടാക്കിയ അമലുസ്വാലിഹാത്തുകളെ, കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധയും കണിശതയും പുലർത്തുന്ന ആളുകളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിൽ നാം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അവന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഈദുൽ ഫിത്തറിന്റെ 1000 ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.